ഉയർത്തി അവരെ വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. അവരുടെ നടുവിലേക്ക്, ആ ആവേശത്തിൻ്റെ നടുവിലേക്ക് UDF-ൻ്റെയും LDF-ൻ്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ എത്തിച്ചേർന്നു. റിയാസ് KMR കോഴിക്കോട് നിന്ന് തുടരുന്നുണ്ട്. റിയാസ്, നേരത്തെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ എത്തിയപ്പോഴുള്ള പ്രവർത്തകരുടെ ആവേശം നമ്മൾ കണ്ടതാണ്. NDA-യുടെയും LDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ എത്തിയിട്ടുണ്ട് അവിടെ. തീർച്ചയായും ലിബീഷ, ഇപ്പോൾ NDA-യുടെ സ്ഥാനാർത്ഥി MT രമേശ് MK രാഘവന് പിന്നാലെ എത്തിയപ്പോൾ ഇതാ എളമരം കരീമും ഇവിടെ എത്തിയിട്ടുണ്ട്. അത്യധികം ആവേശത്തോടുകൂടി ഓരോ മുന്നണിയുടെയും പ്രവർത്തകർ ഇവിടെ പാട്ടിനനുസരിച്ച് ചടുല നൃത്തമാടുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. അല്പം മുൻപ് എളമരം കരീം പ്രവർത്തകരുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ LDF-ന്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പാർലമെന്റ് മണ്ഡലം LDF പിടിച്ചെടുത്തു എന്നതിന്റെ തെളിവാണ് ഈ കൊട്ടിക്കലാശമെന്ന് എളമരം കരീം പറഞ്ഞപ്പോൾ MK രാഘവനും അല്പം മുൻപ് UDF പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തവണ വലിയ ഭൂരിപക്ഷം നേടും എന്നുള്ളതാണ്. എന്തായാലും അത്യധികം ഗംഭീരമായ ആവേശത്തിലാകണം. ഇപ്പോൾ നമ്മോടൊപ്പം മേഘനയുണ്ട്. മേഘന, എങ്ങനെയാണ് ഇത് ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു സമയത്ത് പറയാൻ സാധിക്കുന്നത്? ഈ പാളയം ജംഗ്ഷനിൽ വലിയ തരത്തിലുള്ള ഒരു ആവേശം കാണാനുണ്ട്. വിവിധ പാർട്ടികളുടെ മൂന്ന് മുന്നണികളുടെയും സംഗമ ഭൂമിയായി ഈ പാളയം മാറുകയാണ്. ഈ പാളയം എന്ന് പറയുന്നത് ഒരു മൂന്ന് മുന്നണി, ഇനി പ്രചരണം മാറാൻ വേണ്ടി 15 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ മൂന്ന് മുന്നണികളും വിവിധങ്ങളായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രചരണമായിട്ട് ആവേശമായിട്ട് മാറുകയാണ്. അതെ, മേഘന പറഞ്ഞതുപോലെ അത്യധികം ആവേശത്തിലേക്ക് ഇനിയിപ്പോൾ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്, നിമിഷങ്ങൾ മാത്രമാണ്. ഇതാ ഇനി കേവലം 10 മിനിറ്റ് മാത്രം ബാക്കിയില്ല. ആ 10 മിനിറ്റ് അവശേഷിക്കെ 3 ഭാഗത്തായി നമുക്ക് ഇപ്പോൾ NDA-യുടെ ആ ഒരു ക്യാമ്പിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ MT രമേശിനെ വാഹനത്തിന് മുകളിലായി നമുക്ക് കാണാൻ സാധിക്കും. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ അടക്കമുള്ളവർ ആ വാഹനത്തിന് മുകളിലുണ്ട്. MT രമേശ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഇവിടെ BJP പ്രവർത്തകർ ചടുല നടനം ചവിട്ടുന്നു. ഒപ്പം തന്നെ LDF ക്യാമ്പിന്റെ ഭാഗത്തേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എളമരം കരീമുണ്ട്. അവിടെ എളമരം കരീം ചുവന്ന മാലയണിഞ്ഞുകൊണ്ട് അത്യധികം ആവേശത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എളമരം കരീം അവിടെ വാഹനത്തിൽ, അവിടെ ഒരു വിദ്യാർത്ഥി, ഒരു ചെറിയ കുട്ടി എളമരം കരീമിന് അഭിവാദ്യം അർപ്പിച്ച് എത്തിയ ഒരു കാഴ്ച. ആ കുട്ടി ഈ പാട്ടിനനുസരിച്ച് നൃത്തം ചവിട്ടുന്നുണ്ട്. അവിടെ പ്രദീപ് കുമാർ മുൻ MLA അടക്കമുള്ളവർ അവിടെയും സജ്ജരാണ്. CPI-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാഷ് അടക്കമുള്ളവർ LDF-ന്റെ ക്യാമ്പുകളിലുണ്ട്. ഇതിനെല്ലാം സുരക്ഷയൊരുക്കിക്കൊണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് കൃത്യമായ രീതിയിൽ മധ്യത്തിലാണ് 3 ഭാഗങ്ങളായി ഈ പാളയത്തെ തിരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിൽ DCP അനൂജ് പലിവാളിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇതിന്റെ എല്ലാം സുരക്ഷയൊരുക്കിയ ഒരു കാഴ്ച. അതായത് വടം കെട്ടി 2 ഭാഗങ്ങളിലായി LDF-ന്റെയും NDA-യുടെയും പ്രവർത്തകരെ മാറ്റുന്നു. ഇതിന്റെ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് UDF പ്രവർത്തകരെ അങ്ങോട്ടേക്ക് മാറ്റുന്നു. ആ UDF-ന്റെ വാഹനത്തിൽ നമുക്കിപ്പോൾ UDF സ്ഥാനാർത്ഥി MK രാഘവൻ, അദ്ദേഹത്തെ കൊടികൾ മറയുന്നത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ആ വാഹനത്തിൽ MK രാഘവനുണ്ട്. ഒപ്പം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്ത് അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും CMB-യുടെയും എല്ലാം നേതാക്കൾ ഉണ്ട്, പ്രവർത്തകരുണ്ട്. അവരെല്ലാം അവരുടെ പാർട്ടി പതാകകൾ ഉയർത്തി, MK രാഘവന്റെ ചെറു കട്ടൗട്ടുകൾ ഉയർത്തി ആവേശ തിരക്കിലാണ്, ആവേശ കൊടുമുടിയിലാണ്. ഇനിയിപ്പോൾ കൊട്ടിക്കലാശത്തിനിതാ കേവലം നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു കൊട്ടിക്കലാശം ഇത് മറ്റന്നാളത്തെ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള അത്യാവേശത്തിന്റെ ആഹ്ലാദത്തിന്റെ കൊടുമുടിയിലേക്ക് ഈ പാളയം മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഹനങ്ങൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നു. ഇവിടെയുള്ള ഗാനങ്ങൾക്കനുസരിച്ച് നൃത്തം ചവിട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലബീഷ്, കോഴിക്കോട് പാളയം ആവേശത്തിൻ്റെ തലസ്ഥാനമായി മാറുന്ന കാഴ്ച. അവിടെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുണ്ട്. LDF സ്ഥാനാർത്ഥി എളമരം കരീം, UDF സ്ഥാനാർത്ഥി MK രാഘവൻ, NDA സ്ഥാനാർത്ഥി MT രമേശ് എന്നിവർ പ്രവർത്തകരുടെ ആവേശത്തേരിലേറി പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. കോഴിക്കോട് പാളയത്തു നിന്നുള്ള വിവരങ്ങളാണ് റിയാസ് KMR നൽകിയത്.
6 മണി വരെ പോയി.